ധർമ്മം, നീതി, ന്യായം ഇത് ജീവിതത്തിൽ പകർത്താൻ എന്നെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ. എവിടെ പോകുമ്പോഴും ഞാൻ വർക്കല ശിവഗിരി പോകുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഈ ശിവഗിരി തീർത്ഥാടനം നടത്തുന്നവരിടത്ത് മഞ്ഞ വസ്ത്രം ഉടുക്കാൻ പറഞ്ഞത് ശ്രീകൃഷ്ണന്റെ ബുദ്ധി വൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗത്തിന്റെ പ്രതീകവുമായിട്ട് മഞ്ഞ വസ്ത്രം ഉടുക്കാനാണ് പറഞ്ഞത്. ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി, വാക്ശുദ്ധി, 5 ശുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ കേരളത്തിൽ 62% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നില്ല. കേരളത്തിൽ ഇന്ന് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ 62%, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് 48%. ഗുരുദേവന്റെ 5 സന്ദേശം, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി പാലിച്ചിരുന്നെങ്കിൽ നാരായണ ഗുരുദേവന്റെ സന്ദേശം ഇന്നും പ്രസക്തമാണ് എന്ന് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ പോരാ. നാരായണ ഗുരുദേവൻ ഒരു മതത്തിന്റെയും ആളല്ല, ഒരു ജാതിയുടെയും ആളല്ലെന്ന് വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരി ഇപ്പോ പറഞ്ഞു. ഞാൻ വെറുതെ ചോദിക്കുകയായിരുന്നു, നാരായണ ഗുരുദേവന്റെ ചിത്രം എത്ര പള്ളിയിൽ വെച്ചിട്ടുണ്ട്, എത്ര മോസ്കിൽ വെച്ചിട്ടുണ്ട്, AKG സെന്ററിൽ വെച്ചിട്ടുണ്ടോ? വെക്കായിരുന്നില്ലേ? എല്ലാവരുടെയും ആയിരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് എന്റെ അച്ഛനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ബഹുമാനിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് വേണം എന്റെ അച്ഛനെ ലോകം ബഹുമാനിക്കുന്നതെന്ന് പറയാൻ. മതേതരത്വം കാണിക്കാൻ ഗുരുദേവൻ എല്ലാവരുടേതുമാണെന്ന് പറയുമ്പോഴും ഓർമ്മിക്കാം, യെരുശലേമിൽ നിന്ന് വന്ന ബൈബിളും യെരുശലേമിൽ നിന്ന് വന്ന കുരിശും യെരുശലേമിൽ നിന്ന് വന്ന ദൈവപുത്രനെയും യെരുശലേമിൽ നിന്ന് വന്ന യഹോവയെയും നമ്മൾ സ്വീകരിച്ചു ഭാരതത്തിലെ ഹിന്ദുക്കള്. അതുപോലെ തന്നെ മെക്കയിൽ നിന്ന് വന്ന പ്രവാചകൻ എഴുതിയ ഗ്രന്ഥവും കാബയും മുത്തു നബിയെയും നമ്മൾ സ്വീകരിച്ചു. വെറുതെ ഒരു ചോദ്യം, അവര് ഇവിടെയുള്ള കൃഷ്ണനെയും ഇവിടെയുള്ള രാമനെയും ഇവിടെയുള്ള നാരായണ ഗുരുദേവനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ പറയാറുണ്ട്, ഈ തൃശ്ശൂർ റൗണ്ടിലൂടെ വന്ന് കറങ്ങിയാല് ഏതെങ്കിലും ഹോട്ടലില് യേശുദേവന്റെ ചിത്രവും ശ്രീകൃഷ്ണന്റെയോ വടക്കുനാഥ